السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والعاقبة للمتقين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي بالمصطفى بلغ مقاصدنا فاغفر لنا ما مضى يا واسع الكرم. സ്നേഹാദരവോട് നിറഞ്ഞ മർക്കസു ദഅവത്തി റിഫാഇയ്യ എന്ന മഹത്തായ സ്ഥാപനത്തിന്റെ രക്ഷാധികാരി ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ഞസീദി കോയത്തങ്ങൾ അവർകൾ, ഈ മഹത്തായ പരിപാടിക്ക് നേതൃത്വം വഹിക്കുന്ന ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട സാദാത്തുക്കൾ, മുഹബ്ബീങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, ഉമ്മമാർ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലുമൊക്കെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. വിശാലമായ ഒരു പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ക്ഷണിച്ചതുകൊണ്ടും ഈ മജ്ലിസിന്റെ ബറക്കത്ത് ലക്ഷ്യമാക്കിയും മാത്രം എഴുന്നേറ്റ് നിന്നതാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഖുത്ബുൽ ആലം റഈസുസ് സാഹിദീൻ സിയം വലിയില്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളെ സ്മരിക്കുന്ന, അവിടുത്തെ ബഹുമാനങ്ങളും മഹത്വങ്ങളും ഒക്കെ പറയുന്ന മജ്ലിസിൽ നമ്മളൊന്ന് എഴുന്നേറ്റ് നിൽക്കുന്നതും ഇരിക്കുന്നതും അവിടെ സാന്നിധ്യം ഉറപ്പിക്കുന്നതും ഒക്കെ നമുക്ക് വലിയ സൽക്കർമ്മമാണ്. ഔലിയാഇന്റെ മുഹിബ്ബുകളായി ജീവിക്കുക, ആ മഹബ്ബത്തിലായി മരിക്കുക എന്നതിനോളം വലിയ ഒരു സൽക്കർമ്മം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേറൊന്നും കിട്ടാനില്ല. കാരണം ചെയ്യുന്ന ഇബാദത്തുകൾ മുഴുവനും ന്യൂനതയില്ലാതെ നാളെ റബ്ബിന്റെ മുമ്പിൽ പ്രതിഫലാർഹമാണെന്ന് ഉറപ്പിക്കാവുന്ന ഒന്നും നമ്മുടെ കയ്യിലില്ല. ഈ അവസാനമായി നാം നിസ്കരിച്ചിട്ടുള്ള മഗ്രിബാണെങ്കിലും മറ്റു നിസ്കാരങ്ങളാണെങ്കിലും ഒന്നും ഒരു കേടുകൂടാതെ ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് എനിക്കോ നിങ്ങൾക്കോ ധൈര്യപ്പെടാൻ കഴിയില്ല. പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ രക്ഷപ്പെടും എന്ന ഉറപ്പുമായി നമ്മൾ മരിക്കുക? വിവേകമുള്ളവർ ചിന്തിക്കുന്ന ഒരു വഴിയുണ്ട്, പിടിക്കേണ്ടവരെ പിടിക്കുക എന്ന്. ഭൗതിക ലോകത്തും അങ്ങനെയാണ്. പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെയും കാര്യപ്പെട്ട ആളുകളെയും ഒക്കെ പിടിക്കാൻ അവരുമായി വളരെയേറെ ബന്ധമുള്ള വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെടുന്ന ഒരു ശൈലി നമുക്ക് നന്നായി അറിയാം. നമ്മൾ പറയാറുണ്ട്, അദ്ദേഹം മുഖേന അവിടെ എത്തിയപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ക്ലിയറായി. അതേസമയം നമ്മൾ പോയിരുന്നെങ്കിൽ മണിക്കൂറുകൾ, ദിവസങ്ങൾ, മാസങ്ങൾ പലതും നമ്മൾ അതിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. മറ്റത് സെക്കൻഡുകളെ കൊണ്ട് തീരുമാനമാകുകയാണ്. ഇതുപോലെ തന്നെയാണ് ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പറഞ്ഞ് ഇസ്തിഖാമത്തിലായി ജീവിക്കാൻ തൗഫീഖ് കിട്ടിയ ആളുകൾ. കേട്ടിട്ടില്ലേ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, സുൽത്താനുൽ ആരിഫീനായി ലോകം വാഴ്ത്തപ്പെടുന്ന
ആ മഹാനായ ശൈഖ് റിഫാഈ തങ്ങളുടെ പേരിലുള്ള റാത്തീബുകളും മൗലിദുകളും അതിന്റെ മജ്ലിസുകൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നവരാണ് നമ്മുടെ സയ്യിദ് വർഗ്ഗം. മഹാനവറുകളുടെ ചെറിയ പ്രായത്തെക്കുറിച്ച് അബ്ദുൽ വഹാബ് ശഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ തബഖാത്തിൽ പറയുന്നുണ്ട്. മഹാനായ അബ്ദുൽ മലിക്കിൽ ഖർനൂത്തി റളിയല്ലാഹു അൻഹു ആകുന്ന ഒരു മഹാനെ വളരെ ചെറിയ പ്രായത്തിൽ അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടുകയാണ്. ആ കണ്ടുമുട്ടിയപ്പോൾ തന്നെ മഹാനും വലിയുമായിരുന്ന അബ്ദുൽ മലിക്കിൽ ഖർനൂത്തി റളിയല്ലാഹു അൻഹുവിനെ ആ ചെറിയ പ്രായത്തിൽ, ആ ചെറിയ വയസ്സിൽ, ആ ഒരു ചെറിയ മനസ്സിൽ കാര്യപ്പെട്ട ഒരാളാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഇന്ന് നമ്മുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ആത്മീയമായ ഒരു മധുരവും അവരുടെ ഹൃദയത്തിലേക്ക്, മനസ്സിലേക്ക്, അവരുടെ ബ്രെയിനിലേക്ക് എത്തിപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ആദരവും ബഹുമാനങ്ങളും ഒക്കെ പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയി. അബ്ദുൽ മലിക്കിൽ ഖർനൂത്തി റളിയല്ലാഹു അൻഹുവിനെ കണ്ട ഉടനെ തന്നെ ചെറിയ കുട്ടിയായിരുന്ന അഹ്മദുൽ കബീർ റിഫാഈ റളിയല്ലാഹു അൻഹു ആ കൈയങ്ങ് പിടിച്ചിട്ട് സലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഔസിനി, എനിക്ക് നന്നാകാനുള്ള ചില വസിയ്യത്ത് തരണോ. വല്ലാത്തൊരു വാക്കല്ലേ. ഒരു കുട്ടി അങ്ങനെ പറയുമ്പോ കേൾക്കുന്നവൻ അത്ഭുതപ്പെട്ടു പോകൂലേ? പക്വതയെയും കവച്ചു വെക്കുന്ന രീതിയിലുള്ള സംസാരങ്ങൾ. എനിക്ക് നല്ല ഉപദേശം തരണേ ശൈഖ് അവർകളെ. ആദ്യമായി കൊടുത്ത ഉപദേശമാണ് മുൽതഫിത്തുൽ ലാ യസ്ലി വമുശക്കിക്കുൽ ലാ യുഫ്ലിഹ് വമൻ ലം യഅരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നുഖ്സാൻ. ഇപ്പോലെ അല്ലാഹുവടുപ്പാൻ കരുതിയിട്ട് മൂവാണ്ട് കാലം ചുറ്റി നടന്നോവർ തഖാദ് അബ്ദുൽ മലിക്കിൽ ഖർനൂത്തി, താങ്കൾ ഒരു ചൊല്ലൽ ഒരാണ്ട് പാർത്തോവർ. അബ്ദുൽ മലിക്കിൽ ഖർനൂത്തി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടിയപ്പോൾ തന്നെ എനിക്ക് ശൈഖ് അവർകളെ നന്നാകാനുള്ള വഴി പറഞ്ഞു തരണമെന്ന നിർദ്ദേശപ്രകാരം 3 വസിയ്യത്ത് വളരെ പ്രധാനമായി അവിടുന്ന് നൽകുകയാണ്. ഒന്നാമതായി കൊടുക്കുന്നത് മുൽതഫിത്തുൻ ലാ യസ്ലി, തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരുകയില്ല അഹ്മദേ. തിരിഞ്ഞു നോക്കുന്നവൻ എത്തിച്ചേരുകയില്ല. ഇതൊരു വിശാലമായ അർത്ഥമുള്ള ഒരു വാക്കാണ്. ഏത് കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിച്ച നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയാൽ പല വഴികളും, പല പഴച്ച പ്രസ്ഥാനങ്ങളും, പല സുന്നത്ത് ജമാഅത്തിന് എതിരായ മാർഗങ്ങളും വഴികളും പലതും അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ടാകും. എല്ലാറ്റിലും പോയി നമ്മൾ തലയിട്ടാൽ നമ്മൾ വിചാരിച്ചെടുത്ത് നമുക്ക് എത്താൻ കഴിയില്ല. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിൽക്കണോ, ശരിയായ വഴിയിൽ ഉറച്ചു നിൽക്കണം, സ്വാലിഹീങ്ങളുടെ വഴിയിൽ ഉറച്ചു നിൽക്കണം, തിരിഞ്ഞു നോക്കരുത്. വമുശക്കിക്കുൽ ലാ യുഫ്ലിഹ്, വിശദീകരിക്കാൻ നേരമില്ല, ചുരുക്കി പറയുന്നു. വമുശക്കിക്കുൽ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല അഹ്മദേ. ഏത് കാര്യത്തിലും സംശയിപ്പിച്ചുകൊണ്ട് മനുഷ്യന്റെ ആത്മീയമായ മുന്നേറ്റത്തെ തകർക്കുന്ന, ഉലമായിലും ഔലിയായിലുമുള്ള വിശ്വാസം തകർക്കുന്ന, സ്വാലിഹീങ്ങളിലും മഹത്തുക്കളിലുമുള്ള വിശ്വാസം തകർക്കുന്ന പ്രഭാഷണങ്ങളും എഴുത്തുകളുമായി ഒരു ചുറ്റുന്നവരില്ലേ ലോകത്ത്. അവരുടെ ചില വാക്കുകളെ കൊണ്ട്, ചില പ്രയോഗങ്ങളെ കൊണ്ട് ഔലിയാക്കളെ തെറ്റിദ്ധരിക്കുന്നു, സ്വാലിഹീങ്ങളെ തെറ്റിദ്ധരിക്കുന്നു, പണ്ഡിതന്മാരെ തെറ്റിദ്ധരിക്കുന്നു. വമുശക്കിക്കുൽ ലാ യുഫ്ലിഹ്, സംശയിപ്പിക്കുന്നവൻ വിജയിക്കൂല അഹ്മദ്.
ഒന്നിലും സംശയിക്കാതിരിക്കണം, സംശയിപ്പിക്കാതിരിക്കണം. ആരെയും അവരുടെ ഈമാൻ തെറ്റിപ്പിക്കുന്ന രൂപത്തിൽ ഇടപെട്ടു പോകരുത്. ഇരിക്കട്ടെ, വിശദീകരിക്കുന്നില്ല. വമല്ലം യഅരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി കുല്ലു ഔഖാതിഹി നുഖ്സാൻ. ജീവിതത്തിൽ വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവൻ അവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ്. എന്റെ മക്കളോട് പറയട്ടെ, പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കണം. യുവാക്കളെ, അധ്വാനിക്കേണ്ട പ്രായത്തിൽ അധ്വാനിക്കണം. വലിയ വിദ്യാഭ്യാസം നേടേണ്ട കാലത്ത് വലിയ വിദ്യാഭ്യാസം നേടണം. അങ്ങനെ ഓരോ സമയങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവനും നമ്മൾ ചെയ്യണം. എല്ലാം പിന്നേക്ക് എന്ന നിലക്ക് നീട്ടിവെക്കുമ്പോ വിലപ്പെട്ട സർവ്വസമയവും നഷ്ടപ്പെട്ടു പോവുകയാണ്. അതോടെ അവന്റെ മുഴുവൻ സമയവും നഷ്ടത്തിലാണ്. മഹാനായ അബ്ദുൽ മലിക്കിൽ ഖർനൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാ, ഈ 3 വാക്ക് ഒരു വർഷം ചൊല്ലി നടന്നു. ഇത് വലിയ ഒരു സിക്ർ പോലെ, ഒരു ആത്മീയ ഉപദേശം പോലെ, ജീവിതത്തിലെ ഒരു വലിയ മാറ്റം പോലെ ആ 3 വാചകങ്ങളും കൊണ്ടു നടന്നു. ആത്മീയമായ ലോകത്തേക്ക് മെല്ലെ മെല്ലെ കയറി വരാൻ തുടങ്ങി. അബ്ദുൽ മലിക്കിൽ ഖർനൂത്തി താങ്കൾ ഒരു ചൊല്ലാൽ ഒരാണ്ട് പാർത്തോവർ. മാലയിൽ കാണാം നമുക്കത്. അങ്ങനെ ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അവിടുത്തെ ശൈഖായ, അവിടുത്തെ ഗുരുനാഥനായ, അവിടുത്തെ ആത്മീയ നേതൃത്വമായ അബ്ദുൽ മലിക്കിൽ ഖർനൂത്തി റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുമ്പോൾ അവിടുന്ന് ആദ്യം കിട്ടിയ ആ ഒരു വസിയ്യത്തുണ്ടല്ലോ, മെഡിസിൻ ഉണ്ടല്ലോ, അത് വല്ലാതെ സ്വാധീനിച്ചപ്പോൾ രണ്ടാമത് കണ്ടപ്പോഴും അവിടുന്ന് പറഞ്ഞു, ഔസിനി, എനിക്ക് നല്ല ഉപദേശം നൽകണം. അന്ന് കൊടുത്ത ഉപദേശമാണ് മാ അഖ്ബഹൽ ജഹ്ല ബിൽ അലിബ്ബാഇ വൽ ഇല്ലത ബിൽ അത്തിബ്ബാഇ വൽ ജഫാഅ ബിൽ അഹിബ്ബാ. വളരെ അർത്ഥമുള്ള, ധാരാളം വിശദീകരിക്കേണ്ടുന്ന വലിയ ഒരു ലോകത്തേക്ക് വിരൽ ചൂണ്ടിയ സംസാരം. നല്ല തന്റേടമുള്ള ആളുകൾ വിവരക്കേട് പറയുന്നത് എത്ര മോശമാണ്, എത്ര അത്ഭുതമാണ്. അഹ്മദേ, വലിയ വലിയ കാര്യം പറയേണ്ട ആളുകളാ ഒലിങ്ങനെ പോയത്തം പറയും, വിവരക്കേട് പറയുക, അബദ്ധങ്ങൾ പറയുക. ഡോക്ടർമാർക്ക് രോഗം പിടിപെടുന്നത് അത്ഭുതമല്ലേ? 2 നിലക്ക് മനസ്സിലാക്കാം. നമ്മളെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ചെന്നു. നമ്മളൊരു പ്രത്യേക ഡോക്ടറെ പ്രത്യേകം ബുക്ക് ചെയ്തു പോയതാണ്. ചെന്നപ്പോ ആ ഡോക്ടർ വെന്റിലേറ്ററിലാന്ന് കേൾക്കുമ്പോ നമുക്ക് അത്ഭുതല്ലേ, പടച്ചോനെ. അപ്പൊ നമ്മൾ അതങ്ങ് കേൾക്കുമ്പോ നമ്മൾ അതിലേറെ അത്ഭുതപ്പെട്ടു പോകും. എന്നാൽ അതിലേറെ വലിയ ഒരർത്ഥമുള്ള ഒരു ആത്മീയ ലോകമുണ്ട്. ജനങ്ങളെ ആത്മീയമായി നിയന്ത്രിക്കുകയും ഉപദേശിക്കുകയും ചെയ്യേണ്ട ആളുകളിൽ തന്നെ രോഗം പിടിപെടുന്ന സാഹചര്യം അത്ഭുതമാണ്. നേരത്തെ വലിയ സ്നേഹത്തിലും സന്തോഷത്തിലും സൗഹൃദത്തിലുമൊക്കെ ജീവിച്ച ആളുകൾ ഒരു സുപ്രഭാതത്തിൽ കണ്ടുമുട്ടിയപ്പോൾ മുഖത്തു നോക്കാതെ, സംസാരിക്കാൻ തയ്യാറാകാതെ പിണങ്ങി മാറി നിൽക്കുന്ന ഒരു അത്ഭുതമായ കാഴ്ച. വലിയ അത്ഭുതല്ലേ? നമ്മളെന്നെ ചിന്തിക്കും, എന്തേയാൾക്ക് പറ്റിപ്പോയത്? സുബ്ഹാനല്ലാഹ്, ഒരുപാട് ചിന്തിക്കാനുള്ള വലിയ അർത്ഥങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന വാക്ക്. അതുകൊണ്ട് തന്നെ ഇപ്പോലെ അല്ലാഹുടടുപ്പാൻ കരുതിയിട്ട് 3 കാലം ചുറ്റി നടന്നോവർ. 3 കൊല്ലമാണ് ഈ വാക്കുകൾ അവിടുന്ന് ചൊല്ലി നടന്നത്.
അങ്ങനെ ആത്മീയമായി വളർന്നു വലുതായി സുൽത്താനുൽ ആരിഫീൻ എന്ന പദവി അലങ്കരിച്ച് ലോകമറിയപ്പെട്ട മഹൽ വ്യക്തിത്വമായി മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു മാറി. ഇതുപോലെ മഹാന്മാരായ ഔലിയാഇന്റെ ചരിത്രം വായിക്കുമ്പോൾ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ ജീവിതവും നമുക്ക് കാണാം. അവിടുത്തെ ബഹുമാനങ്ങളും മഹത്വങ്ങളുമൊക്കെ ഉസ്താദുമാരിങ്ങനെ പറയുന്നത് കേട്ടു എന്നല്ലാതെ നേരിട്ട് കാണാൻ ഭാഗ്യം കിട്ടാത്തവരാണ് നമ്മളോ. അവിടുത്തെ മഹനീയ ഹദ്റത്തിൽ പോയി സിയാറത്ത് ചെയ്യാൻ അവസരം കിട്ടിയ സാധുക്കളാണ് നമ്മളൊക്കെ. എന്നാൽ അവരെ നേരിട്ട് കണ്ട ഒരുപാട് ആളുകൾ ഒരുപക്ഷെ എന്റെ മജ്‌ലിസിലുണ്ടാകും, സ്റ്റേജിലുണ്ടാകും, ഈ സദസ്സിന്റെ പരിസരങ്ങളിലുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ മദദ് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ജീവിതം ഒരു വലിയ ആത്മീയ ലോകത്തേക്ക് കൊണ്ടുവന്നു. അവിടുത്തെ ഒരു വാക്ക് തന്നെ ഏറ്റവും വലിയ മരുന്നായത് ചരിത്രമാണ്. ആരെന്ത് വന്ന് പറയുമ്പോഴും ആ രോഗം ഇനി വേണ്ട എന്നങ്ങ് പറയുമ്പോൾ അത് അല്ലാഹു ശിഫയാക്കി കൊടുക്കുകയാണ്. ഇന്ന മിൻ ഇബാദില്ലാഹി മൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. അല്ലാഹുവിന്റെ അടിമകളിൽ ചിലരുണ്ട്, അല്ലാഹുവിൽ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം അവരങ്ങ് പറഞ്ഞാൽ റബ്ബതങ്ങ് സാക്ഷാത്കരിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ആ നിലക്ക് വാക്കിന് വലിയ ഫലമുള്ള ആളുകൾ ഇന്നും ജീവിച്ചിരിക്കുന്ന സയ്യിദന്മാരിൽ, പണ്ഡിതന്മാരിൽ, ഗുരുനാഥന്മാരിൽ അങ്ങനെ നാവിന് ഫലമുള്ള ധാരാളം ആളുകൾ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള വലിയ മഹത്തുക്കളിൽ ഉന്നതരായി ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ശൈഖായി ലോകത്തുള്ള സർവ്വ മഹാന്മാരും അംഗീകരിക്കുന്ന ഖുതുബുൽ ആലം എന്ന ബഹുമാനമുള്ള ഒരു പദവി പണ്ഡിതന്മാരാൽ അദ്ദേഹത്തിന് ലഭിക്കപ്പെടുമ്പോൾ ആ ഒരു വലിയ സ്ഥാനത്ത് അലങ്കരിക്കുന്ന മഹാനായ സിഎം വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, അല്ലാഹുവേ അവരുടെ മദദ് കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ റഹ്മാനേ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവരും ധാരാളം വിഷയങ്ങൾ മനസ്സിൽ കരുതി വന്നവരാണ്. ഞാൻ ഈ മജ്‌ലിസ് ഒരു ദീർഘമായ പ്രഭാഷണത്തിനെ ഉപയോഗപ്പെടുത്താതെ ബറക്കത്തിന് വേണ്ടി തങ്ങൾ വിളിച്ചപ്പോ ഈ സദസ്സിന്റെ ബറക്കത്ത് ലക്ഷ്യമാക്കി സിഎം വലിയുല്ലാഹിയുടെ മദദ് ലക്ഷ്യമാക്കി എഴുന്നേറ്റ് നിന്നതാണ്. റബ്ബ് ഖബൂലാക്കി തരുമാറാകട്ടെ. നമ്മുടെ ദറസും ദീനീ ഖിദ്മാത്തുകളും റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ ഉലമാ ആഫിയത്തുള്ള ആയുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ ഉസ്താദുമാർ ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബിന്റെ പൊരുത്തത്തിലായി പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുള്ളവർക്ക് റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടവർക്ക് റബ്ബ് സ്വർഗ്ഗവും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവിധ ആഫത്ത് മസായിബുകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.